ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എഴുത്തുകാർ, കൃതികൾ, കഥാപാത്രങ്ങൾ എന്നിവയാണ്. നമുക്കറിയാം, എക്സാമിൽ കൃതികളെക്കുറിച്ചും അത് എഴുതിയ വ്യക്തികളെക്കുറിച്ചും അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കൃതികൾ, എഴുത്തുകാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒ ചന്തുമേനോൻ്റെ കൃതികളാണ് ഇന്ദുലേഖ, ശാരദ എന്നിവ. നമുക്ക് കൃതി എഴുതിയ ആളാര്, അതിലെ കഥാപാത്രങ്ങൾ ഏത് എന്നിങ്ങനെ നോക്കാം. എഴുതിയ വ്യക്തി ആദ്യം പറയാം. ഒ ചന്തുമേനോൻ എഴുതിയതാണ് ഇന്ദുലേഖ. അതിലെ കഥാപാത്രങ്ങളാണ് ഇന്ദുലേഖ, മാധവൻ, സൂര്യ നമ്പൂതിരിപ്പാട് എന്നിവർ. ആരൊക്കെയാണ്? ഇന്ദുലേഖ, മാധവൻ, സൂര്യ നമ്പൂതിരിപ്പാട് എന്നിവർ. കൂടാതെ ചെറുശ്ശേരി നമ്പൂതിരി, പഞ്ചുമേനോൻ. അപ്പോൾ ഈ ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖയിലെ കഥാപാത്രങ്ങളാണ് ഇന്ദുലേഖ, മാധവൻ, സൂര്യ നമ്പൂതിരിപ്പാട്, ചെറുശ്ശേരി നമ്പൂതിരി, പഞ്ചുമേനോൻ എന്നിവർ. അടുത്തത് ഒ ചന്തുമേനോൻ്റെ കൃതിയാണ് ശാരദ. ശാരദയിലെ കഥാപാത്രങ്ങളാണ് രാമൻ മേനോൻ, ശാരദ, പൂഞ്ചോലക്കര അച്ഛൻ, വൈത്തിപ്പട്ടർ, കല്യാണിയമ്മ എന്നിവർ. രാമൻ മേനോൻ, ശാരദ, പൂഞ്ചോലക്കര അച്ഛൻ, വൈത്തിപ്പട്ടർ, കല്യാണിയമ്മ എന്നിവർ. അപ്പു നെടുങ്ങാടിയുടെ കൃതിയാണ് കുന്തലത. അപ്പു നെടുങ്ങാടിയുടെ കൃതിയാണ് കുന്തലത. അതിലെ കഥാപാത്രങ്ങളാണ് കലിംഗരാജാവ്, കപിലനാഥൻ എന്നിവർ. കലിംഗരാജാവും കപിലനാഥനും. അതുപോലെ മലയാറ്റൂർ രാമകൃഷ്ണൻ. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ കൃതിയാണ് യന്ത്രം എന്നത്. അതിലെ കഥാപാത്രങ്ങളാണ് ബാലചന്ദ്രൻ, ശേഖരപ്പിള്ള എന്നിവർ. ബാലചന്ദ്രനും ശേഖരപ്പിള്ളയും. ഇനി നമുക്ക് CV രാമൻ്റെ നോക്കാം. CV രാമൻ്റെ കൃതിയാണ് എന്ത്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രങ്ങളാണ് യുവരാജാവ്, സുഭദ്ര, അനന്തപത്മനാഭൻ, പാറുക്കുട്ടി, 8 വീട്ടിൽ പിള്ളമാർ എന്നിവർ. അതേ CV രാമൻ്റെ തന്നെ കൃതിയാണ് ധർമ്മരാജ. ധർമ്മരാജയിലെ കഥാപാത്രങ്ങളാണ് കേശവപിള്ള, മീനാക്ഷി, മാമ വെങ്കിടൻ, ഹരിപഞ്ചാനനൻ, കാളിയുടയാൻ, ചന്ദ്രക്കാരൻ, കേശവൻ കുഞ്ഞ് എന്നിവർ ധർമ്മരാജയിലെ കഥാപാത്രങ്ങളാണ്. അതുപോലെ CV രാമൻ്റെ മറ്റൊരു കൃതിയാണ് രാമരാജ ബഹദൂർ എന്ന് പറയുന്നത്. അതിലെ കഥാപാത്രങ്ങളാണ് രാജാ കേശവദാസൻ, പെരിഞ്ചൻകോടൻ, പറപ്പാണ്ട, മാണിക്യ ഗൗണ്ടർ, കാളിപ്രഭാ ഭട്ടൻ, അഴകൻ പിള്ള, സാവിത്രി, ത്രിവിക്രമൻ എന്നിവർ. ഇനി നമുക്ക് ലളിതാംബിക അന്തർജനത്തിൻ്റെ കൃതികൾ നോക്കാം. ലളിതാംബിക അന്തർജനത്തിൻ്റെ കൃതിയാണ് വിശ്വരൂപം. വിശ്വരൂപത്തിലെ കഥാപാത്രങ്ങളാണ് സുധീർ, മിസ്സിസ് തലത്ത്, താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ. മിസ്സിസ് തലത്ത്, താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ എന്നിവർ എന്തിലേതാണ്? വിശ്വരൂപം എന്ന ലളിതാംബിക അന്തർജനത്തിൻ്റെ കൃതിയിലെ കഥാപാത്രങ്ങളാണ്. അടുത്തത് ലളിതാംബിക അന്തർജനത്തിൻ്റെ മറ്റൊരു കൃതിയാണ് അഗ്നിസാക്ഷി. അതിലെ കഥാപാത്രങ്ങളാണ് തേതിക്കുട്ടിക്കാവ്, ദേവികി മാനമ്പള്ളി, സുമിത്ര നന്ദയോഗിനി, ദേവി ബഹൻ, ഉണ്ണി എന്നിവർ. അപ്പോൾ തേതിക്കുട്ടിക്കാവ് ഏതിലേതാണ് എന്ന് ചോദിച്ചു പറഞ്ഞാൽ അഗ്നിസാക്ഷിയിലേതാണ്. ലളിതാംബിക അന്തർജനമാണ് അത് എഴുതിയത്. ഇനി ലളിതാംബിക അന്തർജനത്തിൻ്റെ മറ്റൊരു കൃതിയാണ് മാണിക്യൻ എന്നത്. മാണിക്യൻ എന്നത് ഒരു കാളയാണ്. അത് തന്നെയാണ് അതിൽ ഒരു കഥാപാത്രത്തിൻ്റെ പേരും. അടുത്ത് നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളിലേക്ക് പോവാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കൃതിയാണ് ബാല്യകാല സഖി എന്ന് പറയുന്നത്. അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് സുഹറ, മജീദ്. നമുക്ക് ഇതിൽ ഒരുവിധം ഇതൊക്കെ നമുക്ക് സിനിമകൾ കാണുന്നതിലൂടെ, പഴയ സിനിമകൾ, അതായത് കഥകൾ, പല കഥകളും ഇന്ന് സിനിമയായി വരുന്നുണ്ട് അല്ലേ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കുറേ പേരുകൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ സുഹറയും മജീദും ബാല്യകാല സഖി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖിയിലെ ക്യാരക്ടറുകളാണ് സുഹറ, മജീദ് എന്നിവർ. ഇനി എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന ബഷീറിൻ്റെ കൃതിയിലെ കഥാപാത്രങ്ങളാണ് ആനമക്കാർ, വട്ടനടിമ, ആനമക്കാർ, കുഞ്ഞിപ്പാത്തുമ്മ, ആയിഷ, നിസാർ, അഹമ്മദ് എന്നിവർ. ആരൊക്കെയാണ്? ആനമക്കാർ, വട്ടനടിമ, കുഞ്ഞിപ്പാത്തുമ്മ, ആയിഷ, നിസാർ, അഹമ്മദ് എന്നിവർ. അതുപോലെ ബഷീറിൻ്റെ ഒരു കൃതിയാണ് ആനവാരിയും പൊൻകുരിശും. അതിൻ്റെ കഥാപാത്രമാണ് ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമയും. ഇത് തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തന്നെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകളിലും ഈ വ്യക്തികൾ വരുന്നുണ്ടോ എന്നാണ് എൻ്റെ ഓർമ്മ. അല്ലെങ്കിൽ ഇവർ അതിലേക്കും വരുന്നുണ്ട് തോന്നുന്നത്. ആ സ്റ്റോറി വായിച്ചതിൽ 2 പേര് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അതുപോലെ
ബഷീറിൻ്റെ മറ്റൊരു കൃതിയാണ് പാത്തുമ്മയുടെ ആട്. അതിലെ കഥാപാത്രങ്ങളാണ് ബഷീർ, ഉമ്മ, അബ്ദുൽ ഖാദർ, ഹനീഫ, അബൂബക്കർ, പാത്തുമ്മ, ആനുമ്മ എന്നിവർ. അതുപോലെ ബഷീറിൻ്റെ പ്രേമലേഖനം എന്നതിലെ കഥാപാത്രങ്ങളാണ് കേശവൻ നായരും സാറാമ്മയും. ബഷീറിൻ്റെ മതിലുകൾ എന്നതിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് ബഷീറും നാരായണിയും. ഞാൻ പറഞ്ഞ പോലെ ചില സിനിമകൾ കണ്ടാൽ നമുക്ക് പേരുകൾ ഓർത്ത് വെക്കാം. അതുകൊണ്ട് എല്ലാവരും സിനിമ കാണണമെന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് അങ്ങനെ കാണുമ്പോൾ ഉള്ള നമ്മൾ ഓർമ്മയിൽ നിൽക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കാം എന്നതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അതുപോലെ ബഷീറിൻ്റെ മറ്റൊരു കൃതിയാണ് മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. അതിലെ കഥാപാത്രങ്ങളാണ് മണ്ടൻ മുത്തപ്പ, സൈനബ എന്നിവർ. അതുപോലെ ബഷീറിൻ്റെ ടൈഗർ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ടൈഗർ എന്നത്. അത് നമുക്ക് എസ്.കെ. പൊറ്റക്കാടിനെ നോക്കാം അല്ലേ. എസ്.കെ. പൊറ്റക്കാടിനെ നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ 2 കൃതികളാണ് പറയാറ്. ഒന്ന് ഒരു ദേശത്തിൻ്റെ കഥയും ഒന്ന് ഒരു തെരുവിൻ്റെ കഥയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്നതിലെ കഥാപാത്രങ്ങളാണ് ശ്രീധരൻ, ചേനക്കോത്ത് കൃഷ്ണൻ മാസ്റ്റർ, കുഞ്ഞാപ്പു, തിരുമാല, ചന്തോമൻ, കീരൻ പൂശാരി എന്നിവർ ഒരു ദേശത്തിൻ്റെ കഥ എന്ന എസ്.കെ. പൊറ്റക്കാടിൻ്റെ കൃതിയിലെ കഥാപാത്രങ്ങളാണ്. അതുപോലെ എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥ എന്നതിലെ കഥാപാത്രങ്ങളാണ് സുധാകരൻ, കേളുമാഷ്, കൂനൻ കണാരൻ, ഓമഞ്ചി, ആനപ്പാപ്പാൻ, അപ്പുനായർ, ഇറച്ചിക്കണ്ടം മൊയ്തീൻ, പെരിക്കാലൻ അന്ത്രോ, ഞൊണ്ടിപ്പണ്ടാറങ്ങോടൻ എന്നിവരെല്ലാം ഒരു തെരുവിൻ്റെ കഥ എന്ന എസ്.കെ. പൊറ്റക്കാടിൻ്റെ കൃതിയിലെ കഥാപാത്രങ്ങളാണ്. നമുക്ക് എം.ടി. വാസുദേവനെ നോക്കാം. എം.ടി. വാസുദേവൻ്റെ നാലുകെട്ട് എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് അപ്പുണ്ണി, പാറുക്കുട്ടി, കോന്തുണ്ണി നായർ, ശങ്കരൻ നായർ, സെയ്താലിക്കുട്ടി എന്നിവർ. ആരൊക്കെയാണ്? അപ്പുണ്ണി, പാറുക്കുട്ടി, കോന്തുണ്ണി നായർ, ശങ്കരൻ നായർ, സെയ്താലിക്കുട്ടി എന്നിവ എം.ടി. വാസുദേവൻ്റെ നാലുകെട്ട് എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ്. എം.ടിയുടെ അസുരവിത്ത് എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് ശേഖരൻ നായർ, ഗോവിന്ദൻകുട്ടി, രാജമ്മ, മീനാക്ഷി എന്നിവർ. ആരൊക്കെയാണ്? എം.ടിയുടെ അസുരവിത്തിൽ ശേഖരൻ നായർ, ഗോവിന്ദൻകുട്ടി, രാജമ്മ, മീനാക്ഷി എന്നിവർ. എം.ടിയുടെ രണ്ടാം മൂഴം അതൊരു ഇതിഹാസ നോവലാണ്. അതിൻ്റെ കഥാപാത്രമാണ് ഭീമൻ. എം.ടിയുടെ മഞ്ഞ് എന്ന നോവലിലെ കഥാപാത്രമാണ് വിമല, അമർ സിംഗ്, ബുദ്ധു എന്നിവർ. ആരൊക്കെയാണ്? എം.ടിയുടെ മഞ്ഞിൽ വിമല, അമർ സിംഗ്, ബുദ്ധു എന്നിവരാണ്. എം.ടിയുടെ നിന്റെ ഓർമ്മയ്ക്ക് എന്ന കൃതിയിലെ കഥാപാത്രമാണ് ലീല. എം.ടിയുടെ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ. ഇനി നമുക്ക് ഒ.വി. വിജയൻ്റെ നോക്കാം. ഒ.വി. വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് രവി, മൈമൂന, പാത്തുമ്മ, അപ്പുക്കിളി, നെയ്സാം അലി, അള്ളാപ്പിച്ച മൊല്ലാക്ക എന്നിവർ. ഇതിൽ അപ്പുക്കിളിയും അള്ളാപ്പിച്ച മൊല്ലാക്കയും ചോദിച്ചിട്ടുള്ളതാണ് എക്സാമിന് ഇതിനു മുമ്പ്. അപ്പോൾ നമ്മൾക്ക് ചോദിക്കാണ്ടിരിക്കാം. എന്തായാലും നമ്മൾ പഠിച്ചു വെക്കുന്നു എന്ന് മാത്രമാണ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിത് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ ഓക്കെ നോക്കാം. ഒ.വി. വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലാണ് രവി, മൈമൂന, പാത്തുമ്മ, അപ്പുക്കിളി, നെയ്സാം അലി, അള്ളാപ്പിച്ച മൊല്ലാക്ക എന്നിവർ. അതുപോലെ ഒ.വി. വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിലെ കഥാപാത്രമാണ് കുഞ്ഞുണ്ണി. ഒ.വി. വിജയൻ്റെ കടൽ തീരത്ത് എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് വെള്ളായി അപ്പൻ, കണ്ടുണ്ണി എന്നിവർ. ആരൊക്കെയാണ്? ഒ.വി. വിജയൻ്റെ കടൽ തീരത്ത് എന്ന കൃതിയിലെ കഥാപാത്രം വെള്ളായി അപ്പനും കണ്ടുണ്ണി എന്നിവരുമാണ്. ഇനി ആനന്ദിൻ്റെ കൃതിയാണ് ഗോവർദ്ധൻ്റെ യാത്രകൾ എന്നത്. അതിലെ കഥാപാത്രങ്ങളാണ് ഇബ്നു ബത്തൂത്ത, ഗലീലിയോ എന്നത്. അതുപോലെ ഇനി നമുക്ക് കുറച്ച് പേരും കൂടി നോക്കാം. അപ്പു നെടുങ്ങാടിയുടെ കൃതിയാണ് കുന്തലത എന്നിവ. അതിൽ കലിംഗ രാജാവും കപിലനാഥനുമാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പി കേശവദേവിൻ്റെ കൃതിയാണ് ഓടയിൽ നിന്ന് എന്നത്. പപ്പു, ലക്ഷ്മി എന്നിവരാണ് അതിലെ കഥാപാത്രങ്ങൾ. ഓടയിൽ നിന്ന് എന്നതിലെ കഥാപാത്രങ്ങളാണ് പപ്പു, ലക്ഷ്മി. അത് എഴുതിയത് പി കേശവദേവാണ്. ഉമ്മാച്ചു എഴുതിയത് ആരാണ്? ഉറൂബ്. പി.സി. കുട്ടിക്കൃഷ്ണനാണ് അല്ലേ. ഉറൂബ് എന്നറിയപ്പെടുന്ന ആരാണ്? പി.സി. കുട്ടിക്കൃഷ്ണനാണ്. അദ്ദേഹം എഴുതിയതാണ് ഉമ്മാച്ചു എന്നത്. ഉമ്മാച്ചുവിലെ കഥാപാത്രങ്ങളാണ് ഉമ്മാച്ചു, മായൻ, വീരാൻ, ചാപ്പുണ്ണി നായർ, ഹസൻ, അബ്ദു മരക്കാർ, ചിന്നമ്മു, ആമിന എന്നിവർ. അതുപോലെ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ കൃതിയാണ് വേരുകൾ, യന്ത്രം എന്നിവ. അപ്പോൾ അതിൽ വേരുകളിലെ കഥാപാത്രങ്ങളാണ് രഘു, ഗീത, അമ്മാഞ്ചി, അമ്മുലു, അത്തിമ്പാർ എന്നിവർ.
മലയാറ്റൂർ രാമകൃഷ്ണന്റെ തന്നെ യന്ത്രം എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് ബാലചന്ദ്രൻ, ശേഖരപ്പിള്ള എന്നിവർ. VK എന്നിന്റെ കൃതിയാണ് പയ്യൻ കഥകൾ എന്നത്. അതിലെ കഥാപാത്രമാണ് പയ്യൻസ്. പാറപ്പുറത്തിന്റെ കൃതിയാണ് അരനാഴിക നേരം. അതിലെ കഥാപാത്രങ്ങളാണ് മാത്തുക്കുട്ടി, ദീനാമ്മ, കുഞ്ഞോനാച്ചൻ എന്നിവർ. പാറപ്പുറത്തിന്റെ മറ്റൊരു കൃതിയാണ് നിണമണിഞ്ഞ കാൽപ്പാടുകൾ. അതിലെ കഥാപാത്രങ്ങളാണ് അപ്പുണ്ണി, മാത്യു സൂസമ്മ എന്നിവർ. നന്ദനാരുടെ കൃതിയാണ് ഉണ്ണിക്കുട്ടന്റെ ലോകം എന്നത്. അതിലെ കഥാപാത്രമാണ് ഉണ്ണിക്കുട്ടൻ. കോവിലന്റെ കൃതിയാണ് തട്ടകത്തിലെ കഥാപാത്രങ്ങളാണ് ഉണ്ണീരിക്കുട്ടി, അതായത് ഉണ്ണീരി മൂപ്പൻ, പിന്നെ കൈമളുട്ടി എന്നിവർ എഴുതിയ തട്ടകം എന്ന കോവിലന്റെ കൃതിയിലെ കഥാപാത്രങ്ങളാണ്. PK ബാലകൃഷ്ണന്റെ കൃതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നത്. അതിലെ കഥാപാത്രമാണ് പാഞ്ചാലി, കർണൻ, കൃഷ്ണൻ എന്നിവർ. പെരുമ്പടം ശ്രീധരന്റെ കൃതിയാണ് ഒരു സങ്കീർത്തനം പോലെ എന്നത്. അതിലെ കഥാപാത്രമാണ് ദസ്തയേവ്സ്കി, അന്ന എന്നിവർ. ഒരു സങ്കീർത്തനം പോലെ എന്ന പെരുമ്പടം ശ്രീധരന്റെ കൃതിയിലെ കഥാപാത്രങ്ങളാണ്. കാക്കനാടന്റെ കൃതിയാണ് ഉഷ്ണമേഖല. അതിലെ കഥാപാത്രമാണ് ശിവൻ. സാറാ ജോസഫിന്റെ കൃതിയാണ് അലാഹയുടെ പെൺമക്കൾ എന്നത്. അതിലെ കഥാപാത്രങ്ങളാണ് കുട്ടിപ്പാപ്പാൻ, കൊച്ചപ്പൻ, ആനി, അമ്മാമ, കൊക്കാഞ്ചിറ എന്നിവർ അലാഹയുടെ പെൺമക്കൾ എന്ന സാറാ ജോസഫിന്റെ കൃതിയിലെ കഥാപാത്രങ്ങളാണ്. N മോഹനന്റെ കൃതിയാണ് ഇന്നലത്തെ മഴ. അതിലെ കഥാപാത്രങ്ങളാണ് വരരുചി, പഞ്ചമി എന്നിവർ. ബെന്യാമിന്റെ കൃതിയാണ് ആടുജീവിതം. നജീബ്, ഹാഷിം, അർബാബ് എന്നിവരാണ് അതിലെ കഥാപാത്രങ്ങൾ. അത് നമുക്കറിയാലേ, സിനിമ കണ്ട എല്ലാവർക്കും അറിയാത്ത ഒരുവിധ കഥാപാത്രങ്ങളുടെ പേരുകളല്ലേ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ കൃതിയാണ് വാസന വികൃതി. അതിലെ കഥാപാത്രമാണ് ഇക്കണ്ടക്കുറുപ്പ്. സുഭാഷ് ചന്ദ്രന്റെ കൃതിയാണ് മനുഷ്യന് ഒരു ആമുഖം. അതിലെ കഥാപാത്രമാണ് ജിതേന്ദ്രൻ, ആൻമേരി, നാറാ പിള്ള എന്നിവർ. സുഭാഷ് ചന്ദ്രന്റെ തന്നെ സമുദ്രശില എന്ന കൃതിയിലെ കഥാപാത്രമാണ് അംബ. KR മീരയുടെ കൃതിയാണ് ആരാച്ചാർ. അതിലെ കഥാപാത്രമാണ് ചേതന, ഗദ്ദ, മല്ലിക് എന്നിവർ. അതുപോലെ KR മീരയുടെ തന്നെ ഘാതകൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ് സത്യപ്രഭ, ശിവപ്രിയ, സത്യപ്രകാശ് എന്നിവർ. KR മീരയുടെ ഘാതകൻ എന്നതിലെ കഥാപാത്രങ്ങളാണ്. UK കുമാരന്റെ തച്ചൻകുന്ന് സ്വരൂപം എന്ന കൃതിയിലെ കഥാപാത്രമാണ് രാമൻ, കുഞ്ഞിക്കേളു, കല്യാണി, K കേളപ്പൻ, ശ്രീധരൻ എന്നിവർ. ഡോക്ടർ ജോർജ് ഓണക്കൂറുടെ പ്രണയ താഴ്വരയിലെ ദേവദാരു എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഹർഷവർദ്ധനൻ, സൈറ, ദേവു എന്നിവർ. R രാജശ്രീയുടെ കൃതിയാണ് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്നത്. അതിലെ കഥാപാത്രങ്ങളാണ് കല്യാണി, ദാക്ഷായണി, നാരായണൻ, ചോയ്ക്കുട്ടി, ലക്ഷ്മണൻ, കുഞ്ഞിപ്പെണ്ണ്, ചിത്രസേനൻ, അബൂബക്കർ, കൈഷുമ എന്നിവർ. KJ ബേബിയുടെ മാവേലി മന്ഡപ് എന്ന കൃതിയിലെ കഥാപാത്രമാണ് കൈപ്പാടൻ സുബ്ബരായ പട്ടർ എന്നത്. അജയ് P മാങ്ങാടിന്റെ സൂസന്നയുടെ ഗ്രന്ഥപുര എന്ന കൃതിയിലെ കഥാപാത്രമാണ് അലി, സൂസന്ന, കാഫ്ക, ദസ്തയേവ്സ്കി, അബി, ഫാത്തിമ, നീലകണ്ഠ, പരമാര എന്നിവർ. MP നാരായണപിള്ളയുടെ പരിണാമം എന്നതിലെ കഥാപാത്രമാണ് ടോമി എന്ന നായ. സക്കറിയയുടെ ഭാസ്കരപ്പെട്ടയിലും എൻ്റെ ജീവിതവും എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് ഭാസ്കരപ്പെട്ടയിലും തൊമ്മിയും. ഈ സക്കറിയയുടെ ഭാസ്കരപ്പെട്ടയിലും എൻ്റെ ജീവിതം എന്ന നോവല് സിനിമയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ മമ്മൂട്ടിയാണ് ഭാസ്കരപ്പെട്ടയിലായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ സാറാ തോമസിന്റെ കുപ്പിവളകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് കണ്ണമ്മ. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് രാഗ്, വാങ്, രാം. ജീവൻ, പാൽ, ജീൻ എന്നാണ് അതിനർത്ഥം. ഓക്കെ. കാരുടെ മരപ്പാവകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് നളിനി, എന്യൂമറേറ്റർ എന്നത്. T പത്മനാഭന്റെ ഷേഖൂട്ടി എന്ന കഥയിലെ കഥാപാത്രമാണ് ഷേഖൂട്ടി എന്ന നായ. നമ്മൾ പറഞ്ഞു. MP നാരായണപിള്ളയുടെ പരിണാമം എന്ന കഥയിലെ ടോമി എന്ന നായനെ കുറിച്ച് പറഞ്ഞു.
ഇത് ടി പത്മനാഭന്റെ ശേഖൂട്ടി എന്ന കഥയിലെ ശേഖൂട്ടി എന്ന നായനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ ശബ്ദിക്കുന്ന കലപ്പ, അപ്പൊ ഇത് മൃഗങ്ങളെ കുറിച്ച് പറഞ്ഞൂലെ, ഇപ്പൊ 2 നായ വന്നു. അടുത്ത ശബ്ദിക്കുന്ന കലപ്പയിൽ ആരാ വരുന്നത്? പൊൻകുന്നം വർക്കിയുടെ ശബ്ദിക്കുന്ന കലപ്പയിലാണ് കാള വരുന്നത്. അതിൽ ഔസേപ്പേട്ടനും കണ്ണങ്കാളയുമാണ് കഥാപാത്രങ്ങളായി വരുന്നത്. KV മോഹനകുമാറിന്റെ ഉഷ്ണരാശി എന്നതിലെ കഥാപാത്രമാണ് സത്യദാസ്, അപരാജിത എന്നിവർ. അംബികാസുധൻ മാങ്ങാടിന്റെ എൻ മഗജെ എന്നയിലെ കഥാപാത്രങ്ങളാണ് നീലകണ്ഠൻ, പാർവതി എന്നിവർ. TD രാമകൃഷ്ണന്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്നയിലെ കഥാപാത്രങ്ങളാണ് സുഗന്ധിയും CP രജനി എന്നിവരും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കുറച്ചും കൂടി ഒന്ന് നോക്കി പോവാ എന്തൊക്കെയാണ്. അപ്പോൾ ചെമ്മീനിൽ ആരൊക്കെയാണ് വരുന്നത്? തകഴിയിലെ ചെമ്മീനില് ചെമ്മങ്കുഞ്ഞ്, കറുത്തമ്മ, പളനി, പരീക്കുട്ടി എന്നിവരാണ്. CV രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മയില് സുഭദ്ര, ഭ്രാന്തൻ, ചാന്നാർ എന്നിവരും. O ചന്തുമേനോന്റെ ഇന്ദുലേഖയിലാണ് സൂര്യൻ അമ്പൂതിരിപ്പാടും പഞ്ചുമേനോനും മാധവനും. MTയുടെ അസുരവിദ്യയിൽ ഗോവിന്ദൻകുട്ടി, P കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്നുള്ളതിലാണ് പപ്പു, ലക്ഷ്മി എന്നിവർ. ഇമ്പോർട്ടൻ്റ് ആയവെന്ന് മാത്രം പറയുന്നുള്ളൂ. ഖസാക്കിന്റെ ഇതിഹാസം, OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ് രവി, അപ്പുക്കിള്ളി, അള്ളാപ്പിച്ച മുല്ലാക്ക, നൈസാം അലി, മൈമൂന എന്നിവർ. മലയാറ്റൂർ രാമകൃഷ്ണയുടെ വേരുകൾ എന്നതിലാണ് രഘുവും അമ്മാച്ചിയും വരുന്നത്. കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് അപ്പുക്കുട്ടൻ, ശരവണൻ എന്നിവർ. അതുപോലെ മലയാറ്റൂരിന്റെ യന്ത്രം എന്ന കൃതിയിലെ കഥാപാത്രമാണ് ബാലചന്ദ്രൻ, ശങ്കരപിള്ള. ബഷീറിന്റെ മതിലുകളിൽ ബഷീറും നാരായണിയും. പൊൻകുന്നം വർക്കിയുടെ ശബ്ദിക്കുന്ന കലപ്പയില് ഔസേപ്പ് ചേട്ടനും കണ്ണൻ എന്ന കാളയും. അതുപോലെ ബാല്യകാല സഖിയിലെ സുഹ്റ, മജീദ്. SK പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്നതിലെ ഓമൻജി. അതുപോലെ ഉഷ്ണരാശി KV മോഹൻകുമാറിന്റെ ഉഷ്ണരാശിയിലെ അപരാജിത. തകഴിയുടെ വെള്ളപ്പൊക്കത്തില് ഒരു നായികയാണ് കഥാപാത്രമായിട്ട് വരുന്നത്. അതുപോലെ MTയുടെ മഞ്ഞില് വിമലയും അമർ സിംഗുമാണ് വരുന്നത്. MTയുടെ 2ാം മൂഴത്തിൽ വരുന്നത് ഭീമനാണ്. SK പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥയിലാണ് ശ്രീധരൻ, കുളൂസ്, പറങ്ങോടൻ എന്നിവർ വരുന്നത്. മനുഷ്യന് ഒരു ആമുഖം എന്ന സുഭാഷ് ചന്ദ്രന്റെ കൃതിയിലെ കഥാപാത്രമാണ് ജിതേന്ദ്രൻ. മരുഭൂമികൾ ഉണ്ടാക്കുന്നത് എന്നത് ആനന്ദിന്റെ കൃതിയാണ്. അതിലെ കഥാപാത്രമാണ് കുന്ദൻ. KR മീരയുടെ ആരാച്ചാർ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ചേതന. അലാഹയുടെ പെൺമക്കൾ എന്നത് സാറാ ജോസഫിന്റെ കൃതിയാണ്. അതിലെ കഥാപാത്രമാണ് കുട്ടിപ്പാപ്പൻ. തോട്ടിയുടെ മകൻ എന്നതിലെ കഥാപാത്രമാണ് ചുടലമുത്തു. അതുപോലെ ദൈവത്തിന്റെയും കൃതികൾ എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് അൽഫോൻസ് അച്ഛൻ. ആയുസിന്റെ പുസ്തകം എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് യോഹന്നാൻ, തോമ, റാഹേൽ എന്നിവർ. സൂഫി പറഞ്ഞ കഥ എന്നതിലെ കഥാപാത്രമാണ് കാർത്തി, മാമൂട്ടി എന്നിവർ. സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് ഇരുമ്പൻ ഗോവിന്ദൻ നായർ. കയറിലെ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ക്ലാസിക് പേരാണ്. ധർമ്മരാജയിലെ നമ്മൾ പറഞ്ഞു ഹരിപഞ്ചാനൻ, ചന്ദ്രക്കാരൻ എന്നിവരാണെന്ന് പറഞ്ഞു. അതുപോലെ മരപ്പാവുകളിലെ കഥാപാത്രങ്ങളാണ് നളിനി, എന്യൂമറേറ്റർ എന്നിവർ. പ്രേമാമൃതത്തിലേതാണ് മണികണ്ഠൻ, പങ്കിപ്പണിക്കർ എന്നിവർ. ഞാർമുടിപ്പുടവയിലെ കഥാപാത്രങ്ങളാണ് കനകം, കസ്തൂരി. തോറ്റങ്ങൾ എന്നതിലെ കഥാപാത്രങ്ങളാണ് ഉണ്ണിമോളും. കേശവന്റെ വിലാപങ്ങൾ എന്നതിലെ കഥാപാത്രങ്ങളാണ് അപ്പുക്കുട്ടൻ, ശരവണൻ എന്നിവ. ഇനി ഞാൻ ഉറങ്ങട്ടെ, അതിലെ കഥാപാത്രമാണ് കർണൻ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പാഞ്ചാലിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഓരോരുത്തരുടെ പേര് എടുത്ത് നോക്കുകയാണെന്ന് പറഞ്ഞാലും അതിൽ കഥാപാത്രങ്ങളുടെ അക്കിത്തത്തിൻ്റെ ഒക്കെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് കഥകളും കൃതികളുണ്ട് നമുക്ക് പറയാൻ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ എഴുത്തുകാരൻ, കൃതി, കഥാപാത്രം എന്നതാണ് പറഞ്ഞു പോയത്. നമുക്ക് ഇത് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയായിരിക്കാം. പക്ഷെ ഇതിൽ നിന്ന് ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ 1 മാർക്കിനൊക്കെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷെ നമുക്ക് അറിഞ്ഞ് വെക്കേണ്ടതായതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് ഉൾപ്പെടുത്തിയത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും. ബൈ.